അടുത്ത വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ വിധിയെഴുതുകയാണ്. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഇതിനിടെ നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ട വോട്ടെടുപ്പ്. അനീഷ് കെ ശിവദാസ് വിശദാംശങ്ങളുമായി. അനീഷ്, ഇപ്പോൾ നാളെ നിർണായകമാണ്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനെയൊക്കെ സംബന്ധിച്ച് നിർണായകമാണ്. അതിൽ തമിഴ്നാട് മുഴുവൻ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയാണത്. ഇന്ത്യ സഖ്യത്തിന് ഏറെ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ 39 സീറ്റുകളും നേടി കൈവിട്ടു പോയി ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്ന തരത്തിലേക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടം. എന്നാൽ BJP അവിടെ വേരുറപ്പിക്കുക എന്ന തരത്തിലേക്ക് പോരാട്ടം. AIADMKയും ഒരു വശത്തുണ്ട്. ആ തരത്തിലേക്ക് തമിഴ്നാട്, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പ്രക്രിയ അതെല്ലാം പൂർത്തിയായോ? അനുജ, പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. നിശബ്ദ പ്രചാരണം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നാളെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. ഇതിൽ 10 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 11 ഇടങ്ങളിൽ ഭാഗികമായും തെരഞ്ഞെടുപ്പ് നടക്കും. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിനെത്തുന്നത്. ഈ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് നാളെയാണ്. തമിഴ്നാട്ടിൽ 39 സീറ്റുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാളിൽ 3 മണ്ഡലങ്ങളിലും 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ 7 മണ്ഡലങ്ങളും നാളെ വിധി എഴുതും. മഹാരാഷ്ട്രയിൽ 5 സീറ്റുകളാണ് നാളെ പോളിംഗ് നടക്കുന്നത്. അതുപോലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 102 സീറ്റുകളിൽ BJPക്ക് ഏറെ മുൻതൂക്കമുള്ള സീറ്റുകളിലേക്കാണ് ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിലെ 102 സീറ്റുകളിൽ 42 എണ്ണങ്ങളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. പശ്ചിമ ബംഗാളിൽ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ BJPയുടെ നിലവിലെ സിറ്റിംഗ് സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ 5 സീറ്റുകളിലേക്ക് മത്സരം നടക്കുന്നതിൽ 4 സീറ്റുകൾ BJPയുടെ കൈവശമുള്ള സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത് 2 പ്രബല പാർട്ടികൾ പിളർന്ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത് എങ്ങനെ വോട്ടെടുപ്പിനെ പ്രതിഫലിക്കുമെന്നുള്ളതൊരു കൗതുകം കൂടിയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. അപ്പോൾ NCP, ശിവസേന പാർട്ടികൾ 2 പാർട്ടികളായി പിരിഞ്ഞ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പിന്. മധ്യപ്രദേശിൽ കോൺഗ്രസ് ആകെ വിജയിച്ച ചിന്ദ്വാര മണ്ഡലത്തിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഈ 102 മണ്ഡലങ്ങളിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലങ്ങൾ വോട്ടെടുപ്പിനായി എത്തുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ 39 സീറ്റുകളിൽ 38 എണ്ണം നേടിയ DMK ഇത്തവണയും അത് ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെന്നൈ സൗത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികൾ വിതരണങ്ങളാണ് പുരോഗമിക്കുന്നത്. നാളെ 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിനായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിശബ്ദ പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പോളിംഗ് സാമഗ്രികൾ അതാത് കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രൽ, ചെന്നൈ നോർത്ത് എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്ത ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. തെരഞ്ഞെടുപ്പ് കാലത്ത് 1200-ലേറെ കോടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ പരിശോധനകളാണ് വിവിധയിടങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. ഒരു മുന്നൊരുക്കങ്ങളോട് കൂടിയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കാര്യക്ഷമമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു മത്സരമാണ് ഇത്തവണ തമിഴ്നാട് നടക്കുന്നത്. ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം.